ബില്ലിനെ അവരെന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് ചെയ്ത് ഒപ്പിട്ട കാരണം അവരതിന് ഒപ്പോസ് ചെയ്തു, ഇതിന് വോട്ട് ചെയ്തു. ഒരേ സമയത്ത് വിക്കിലീക്സ് കാണിക്കുന്നു, അവർ അമേരിക്കൻ അംബാസഡറോടും അമേരിക്കൻ എൻബോസിനോടും പറയുന്നു ഞങ്ങളെതിരല്ല, പക്ഷേ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഒപ്പോസ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള സംസാരം ചെയ്ത അർത്ഥമല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു കാര്യം പാർലമെൻറ്റിൽ കയറി എതിരിച്ചാൽ അത് ശരിക്കും രാജ്യത്തിന് മോശമായിരിക്കണം. രാജ്യത്ത് വല്ല നല്ല കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്. ഈ രാജ്യം മുന്നോട്ട് പോകണം, നമ്മുടെ രാജ്യം വികസനം നന്നായി നടക്കണം. ഇന്നാള് ആരോട് ചർച്ച ചെയ്യുന്നത് എൻ്റെ മണ്ഡലത്തിൽ വികസന തുറമുഖ് പിന്നെ വിഴിഞ്ഞമാണ്. അപ്പോൾ ഈ വികസനം ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹകരണം ഇല്ലാണ്ട് ഇത് മുന്നോട്ട് പോയില്ല. ഇതുകൊണ്ടാണ് ഞാൻ ഇത് എത്തിച്ചിരിക്കുന്നത്. അവിടുത്തെ എല്ലാ ക്ലിയറൻസ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിൻ്റെ ബിഡ് പ്രോസസ്സിനെ ക്ലിയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബിഡ് ചെയ്തവരാരൊക്കെയാണ്? അതിലത്തെ ഒന്ന് നമ്മുടെ മോദിയുടെ അടുത്ത സുഹൃത്ത് മിസ്റ്റർ അഡാണിയുണ്ട്. അവരെ കോൺഗ്രസ് സർക്കാർ മുമ്പ് തടുക്കാൻ ശ്രമിച്ചതായിരുന്നു. ഈ തവണ തടുക്ക് വരില്ലല്ലോ. അപ്പോൾ അഥവാ അദ്ദേഹം ജയിച്ചാൽ നമുക്ക് മോദിയുടെ അടുത്ത സുഹൃത്തിനൊപ്പം സഹകരിക്കേണ്ടി വരില്ലേ നമ്മൾ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട്? അപ്പോൾ എല്ലാം നമ്മുടെ പാർട്ടി കാര്യമായിട്ട് കാണാൻ സാധിക്കുമോ? ബി ജെ പിയുടെ വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായൊരു കാഴ്ചപ്പാടുണ്ടാവുമോ? അതാണ് ഞാൻ എപ്പോഴും എൻ്റെ തെരഞ്ഞെടുപ്പിൽ 2009 മുതൽ പറയായിരുന്നു, ശ്രീ നാരായണ ഗുരു പറയില്ലേ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന്. അതേപോലെ രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി. അതാണ് എൻ്റെ മുദ്രാവാക്യം. അങ്ങനെയാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്, പ്രചരണം ചെയ്തിരിക്കുന്നത്. ആ സ്പിരിറ്റിലാണ് ഞാനും പ്രതിപക്ഷത്ത് നിൽക്കാൻ പോകുന്നത്. അതുപോലെ താങ്കൾ ഒരു വിദേശ കാര്യത്തിൻ്റെ ഒരു എക്സ്പേർട്ട് കൂടിയാണ്. കാരണം താങ്കൾ UN പ്രവർത്തിച്ചു, പല രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ ഡൈനാമിക്സും അറിയാവുന്ന ഒരാളാണ്. ഇദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പാകിസ്ഥാനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തിരുന്നു. AK-47 AK ആന്റണിയും ഒക്കെ മറ്റേ പാകിസ്ഥാൻ ചാരന്മാരാണെന്നുള്ള രീതിയിൽ. ഇപ്പൊ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പാകിസ്ഥാൻ നിൽക്കുന്നു, ഇന്ത്യയിൽ ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങൾ നിൽക്കുന്നു, അമേരിക്ക ഒരിക്കലും ഇയാൾക്ക് വിസ നിഷേധിച്ച അമേരിക്ക നിൽക്കുന്നു. ഈ ഡൈനാമിക്സ് എങ്ങനെ മോഡിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും? വെദർ ഹി ഹാവ് ടു ചേഞ്ച് ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പാകിസ്ഥാൻ ആൻഡ് അതർ കൺട്രീസ്? എനിക്ക് തോന്നുന്നു പ്രചരണത്തിൽ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ അങ്ങനെ സംസാരിക്കില്ല. അതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും എൻ്റെ ഹോപ്പും. ഞാൻ പറയട്ടെ, നമ്മൾക്ക് സാധാരണ ഇന്ത്യയിൽ വിശ്വാസം ഫോറിൻ പോളിസി ഇന്ത്യയുടെ ഫോറിൻ പോളിസിയാണ്, അതൊരു പാർട്ടിയുടെ ഫോറിൻ പോളിസി അല്ല. അതുകൊണ്ട് പിന്നെ എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയുടെ ഇൻട്രസ്റ്റാണ് കാണേണ്ടത്. നമ്മളുടെ രാഷ്ട്രാഭിപ്രായ വ്യത്യാസങ്ങൾ സമുദ്രത്തിൻ്റെ കരയിൽ നിൽക്കണം. വിദേശത്ത് പോകുമ്പോൾ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഭരണവും BJP നേതാക്കളെ UN ജനറൽ അസംബ്ലിക്ക് കൊണ്ടുപോകുന്നത് എല്ലാ വർഷവും. എന്താണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത്. പക്ഷേ അതിന് ചില കാര്യങ്ങൾ പറഞ്ഞത് മാത്രമല്ല, ജയിച്ച ശേഷവും കൂടി ചില BJP നേതാക്കൾ സംസാരിക്കുന്നത് എന്നെ കുറച്ച് ഭയപ്പെടുത്തുന്നുണ്ട്. അവർ പറഞ്ഞു പിന്നെ പാകിസ്ഥാൻ പിന്നെ ഇനി ബോർഡർ വന്ന് സംഭവിച്ചാൽ ഞങ്ങളുടെ ഉത്തരം കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരം പോലെ ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു ഡേഞ്ചറസ് ഗ്രൗണ്ടാണ്. എന്താ കാരണം റെഡി ഫോർ ഫൈറ്റ് എന്നുള്ള ലൈനാണ്. അത് കേട്ടിട്ട് പാകിസ്ഥാൻകാരൊന്നും ചെയ്യാതിരുന്നാൽ ശരി, പക്ഷെ അവർ നമ്മൾ ബ്ലഫ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നാളെ യുദ്ധം വേണം BJPക്കാർക്ക്. അവർ വികസനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഇലക്ഷൻ ജയിച്ചവർ വികസനം എങ്ങനെ വരും, ഇൻവെസ്റ്റേഴ്സൊക്കെ ഭയപ്പെടിച്ച് ഓടിപ്പോയില്ലേ ഈ നാട് യുദ്ധത്തിലാണെങ്കിൽ. അപ്പോൾ കുറച്ചൊന്ന് പാകതയോടൊന്ന് ആലോചിച്ചിട്ട് കോൺഗ്രസ് പാർട്ടി ചെയ്യുന്ന പോലെ ബുദ്ധിയോട് അവരുടെ പോളിസി അവർ നയിക്കണം എന്നാണ് എൻ്റെ ഉപദേശം. അല്ല, സാധാരണ മുസ്ലിം കൺട്രീസിനോട് കുറച്ചും കൂടി ഒരു ലീനിയൻസി കാണിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്, ഗൾഫ് കൺട്രീസ്. പക്ഷേ BJP അധികാരത്തിൽ വന്ന സമയങ്ങൾ BJPയും 77 ഇതൊക്കെ വന്നപ്പോൾ ഇസ്രായേലും അമേരിക്കയായിട്ട് ആ ബ്ലോക്കിനോട് കുറച്ചും കൂടി ഒരു വലതുപക്ഷ ഒരു ഇത് കാണിക്കാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം, ആ പോളിസി മാറ്റം കൊണ്ടുവന്ന ആദ്യം നരസിംഹറാവിന്റെ ഭരണമായിരുന്നു. 1991 3 വലിയ മാറ്റം. ഇസ്രയേലിനെ റെക്കഗ്നൈസ് ചെയ്ത് അംബാസഡർ ലെവലാക്കി. അമേരിക്കയോടൊപ്പമുള്ള ഒരു ഡീഫ്രോസ്റ്റിംഗ് സംഭവിച്ചു. ലുക്ക് ഈസ്റ്റ് പോളിസി പറഞ്ഞു നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യക്ക് തുറന്നു. ഈ 3ഉം നരസിംഹറാവ് കൊണ്ടുവന്നതാണ്. ഇതിനെ എല്ലാം BJPക്കാർ കുറച്ചും കൂടി ദൂരത്ത് കൊണ്ടുപോയി. ഇസ്രയേലിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരണ സമയത്ത് ഏത് ഇസ്രയേൽ നേതാവിനെ നമ്മളിവിടെ വിളിച്ചില്ല. അവർ ഷറോണിനെയും പിന്നെ മോഷിദാനെയൊക്കെ ഇന്ത്യക്ക് വിളിച്ചു കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഏത് പിന്നെ മന്ത്രി നമ്മുടെ സൈഡിൽ നിന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. NDA സമയം മാത്രമാണ് ആരംഭിച്ചത്. അത് കഴിഞ്ഞിട്ട് പക്ഷേ UPA ഭരണം വന്നപ്പോഴും നമ്മൾ ഒരേ പോളിസി കണ്ടിന്യൂ ചെയ്തു. ചൈന പാകിസ്ഥാന്റെ കാര്യത്തിൽ വാജ്പേയി വാസ് ഫാർ ലിബറൽ കമ്പയർഡ് ടു കോൺഗ്രസ് സർക്കാർ. ഇപ്പം അതെ, പക്ഷേ മോദി വാജ്പേയി അല്ലാന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് പാകിസ്ഥാനെ കുറിച്ച് അത് പ്രതീക്ഷിക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ നാളെ പെട്ടെന്ന് പിന്നെ വാജ്പേയി പിന്നെ ബസ് കയറി പാകിസ്ഥാൻ്റെ പോയ പോലെ മോദി ചെയ്യാൻ പോകുന്നില്ല, അതൊരു സംശയം വേണ്ട.
ചൈനയാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ്. ചൈന സാധാരണ ഇവരുടെ സംസാരമൊക്കെ ഭയങ്കര നാഷണലിസ്റ്റിക്കും ചൈന ഞങ്ങളുടെ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് എതിർക്കുന്നൊക്കെ സംസാരമാണ്. പക്ഷേ മോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ട് ഒരു രാജ്യത്ത് 3 പ്രാവശ്യം പോയിരിക്കുന്നത് ചൈനയാണ്. അതോ അതൊരു ബിസിനസ് ബന്ധമായിട്ടാണ് കണ്ടിരിക്കുന്നത്, എക്കണോമിക് റിലേഷൻസ്. പക്ഷേ UPM അതല്ലേ ചെയ്തിരിക്കണം. ഇപ്പോൾ $100 ബില്യൺ ഒരു ബന്ധം ചൈനയോടൊപ്പം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ഒരു 75 മറ്റേ ആയിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ അത് നാച്ചുറലി പിന്നെ ആരും രണ്ട് സൈഡിലും ആർക്കും യുദ്ധം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ ഇത്രയൊക്കെ പിന്നെ കൊമേഴ്ഷ്യൽ റിലേഷൻഷിപ്പിനെ നമ്മൾ ബാധിക്കുക. അതുകൊണ്ട് മോദി ദ ബിസിനസ് മാൻ മോർ ദൻ മോദി ദി നാഷണലിസ്റ്റ് ആണ് കാണാൻ പോകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷെ ഇതെല്ലാം ഏർലി ഡേയ്സ് ആണ്. അദ്ദേഹം പ്രധാനമന്ത്രി കൂടി ആയിട്ടില്ല. നോക്കട്ടെ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധ വെച്ച് കാണും. അപ്പം ലെഫ്റ്റ് സാധാരണ വളരെ വലിയ ഒന്നാം UPA സർക്കാർ ലെഫ്റ്റ് ഉണ്ടായിരുന്നു, ആണവ കരാറിന്റെ പേരിൽ പോയി. ഇപ്പൊ ലെഫ്റ്റ് കട്ട് സൈസാണ്. ഇപ്പോൾ കോൺഗ്രസിന് അടി കിട്ടിയ പോലെ ലെഫ്റ്റിനും സ്പേസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ആന്റി ഇൻക്യുംബൻസി ഒന്നും അവരെ സഹായിച്ചില്ല. ബംഗാളിൽ മമത കൊണ്ടുപോയി, ഇവിടെയാണെങ്കിൽ മറ്റേ UDF-ന് ഭൂരിപക്ഷമാണ്. അവർക്ക് 7-8 സീറ്റ് CPM-ന് കിട്ടിയുള്ളൂ. CPM-ന്റെ 7 ഉള്ളൂ, CPI-ന്റെ 1 ഉള്ളൂ, ഫോർഡ് ബ്ലോക്കിന് ഒന്നുമില്ല, RSPക്ക് ഒരേ ഒരു സീറ്റ് ഞങ്ങളുടെ UDF-ന്റെ കൂടെയാണ്. അതെ. അപ്പോൾ അത് നോക്കുമ്പോൾ UPA 1-ൽ 60-നും കാട്ടുണ്ടായിരുന്ന ലെഫ്റ്റ്, UPA 2-ൽ 30 ജില്ലാനുണ്ടായിരുന്ന ലെഫ്റ്റ് ഇപ്പോൾ 10 കൂടി ആയിട്ടില്ല. അതാണ് സംഗതി. അപ്പൊ ഈ LDF-ന്റെ ഒരു ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു പ്രസക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുറഞ്ഞു പോവുകയാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ ഒരു പ്രസക്തി പോയോ? എനിക്ക് തോന്നുന്നു അത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ഇതൊരു 19-ാം നൂറ്റാണ്ടിലത്തെ ഒരു ഐഡിയോളജിയാണ്. ഈ കാലത്തിൽ എവിടെയായാലും കേരളം ഒഴിച്ചിട്ട് ജനങ്ങൾക്കറിയാം സമരവും ഹർത്താലും അല്ല വികസനം കൊണ്ടുവരുന്ന വഴി. ഇപ്പോൾ ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനമേ ഉള്ളൂ ഹർത്താൽ നടക്കുന്നത്, കേരളം മാത്രമാണ്. ബാക്കി എല്ലാവരും ജനങ്ങൾക്കറിയാം ജോലിയാണ് അത്യാവശ്യം, ബിസിനസ് ചെയ്തിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടും നമ്മൾ പഴയ്ക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ഇവിടെയൊക്കെ ഹർത്താൽ ചെയ്ത് നമുക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലയാളി കുട്ടികൾ വേറെ സംസ്ഥാനം ജോലി തരുമ്പോൾ നമുക്ക് നാണക്കേട് തോന്നണ്ടേ? ആ വിശ്വാസം മാത്രമല്ല, ആ രാഷ്ട്രീയ രീതി തെറ്റാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. അത് ഇന്ത്യ മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിലും വരും. കേരളത്തിലാണ് കൂടുതൽ വരാത്തത്. 8 സീറ്റ് അവർക്ക് കിട്ടിയല്ലോ ലെഫ്റ്റിന്. പക്ഷേ പിന്നെ എനിക്കൊരു സംശയം, നിങ്ങളൊരു ഒപ്പീനിയൻ പോൾ എടുത്ത് നോക്കിയാൽ ഭൂരിപക്ഷം മലയാളികൾ പറയും ഹർത്താലിനെ ഔട്ട്ലോ ചെയ്യണം. ഭൂരിപക്ഷം പറയും 80% കൂടുതൽ ഹർത്താൽ തീരെ വേണ്ട, പാടില്ല, അത് ആര് ചെയ്താലും തെറ്റാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ രാഷ്ട്രീയം പറഞ്ഞു, എൻ്റെ സ്വന്തം പാർട്ടി ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ പങ്കെടുക്കില്ല. ഹർത്താൽ എന്ന് പറഞ്ഞൊരു വഴി ജനങ്ങളെ കോഴ്സ് ചെയ്യുന്നൊരു സാധനമാണ്. ഒരു മനുഷ്യൻ്റെ ഓട്ടോണമി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനമാണ്. തെറ്റാണ്. ജനാധിപത്യ വിരുദ്ധമാണ് ഹർത്താൽ. അത് വേറെ എല്ലാവരും ലോകം മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളം മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ അതൊക്കെ അതിലൊരു മാറ്റം വരണം. മറ്റേത് പറയാനുള്ളത്, ലെഫ്റ്റിൻ്റെ ഈ തെറ്റ് രണ്ടാണ്. ഒന്ന്, അവർ മോഡേൺ ടെക്നോളജി, മോഡേൺ ഡിവലപ്മെൻറ്റ്സ് എപ്പോഴും എതിരിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ വന്നപ്പോൾ അത് എതിരിച്ചെന്ന് മാത്രമല്ല, ആദ്യത്തെ ഇൻസ്റ്റാൾ ചെയ്ത കമ്പ്യൂട്ടറിൽ പോയി അടിച്ച് തകർത്തിയ ആൾക്കാരാണ് ലെഫ്റ്റ്. മൊബൈൽ ഫോൺ വരുമ്പോൾ ഇത് പണക്കാരുടെ ഒരു ടോയാണ്, എതിരിക്കണമെന്ന് പറഞ്ഞ് സംസാരിച്ചതാണ് ലെഫ്റ്റ്. എല്ലാം കുറച്ച് വർഷം കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായം മാറി. ഇപ്പോൾ അവർ ഓഫീസിൽ നല്ല കമ്പ്യൂട്ടർ കാണുന്നു, എല്ലാ ലെഫ്റ്റ് നേതാവിൻ്റെ പോക്കറ്റിൽ 1-2 മൊബൈൽ ഫോൺ ശബ്ദം ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. പക്ഷേ അവർ തെറ്റ് കണ്ടുപിടിക്കാൻ അവർക്ക് എപ്പോഴും 10-15 വർഷം വേണം. അത് ആൾക്കാർക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല. രണ്ടാമത് തെറ്റെന്താണ്? അവർ ഈ ആസ്പിറേഷണൽ ക്വാളിറ്റി മിസ് ചെയ്തു. അവർ പാവപ്പെട്ടവരുടെ പേരിൽ സംസാരിക്കുന്നു. പക്ഷെ പാവപ്പെട്ടവരാവാതിരിക്കാൻ, നന്നാവാനുള്ള ഒരു ആസ്പിറേഷൻസ് അവർ മനസ്സിലാക്കിയില്ല. ഈ രണ്ട് തെറ്റും പാവപ്പെട്ടവനാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞങ്ങൾക്കൊരു സംശയമുണ്ട്. പാവപ്പെട്ടവരായി ഇരുന്നാൽ മാത്രമല്ലേ ലെഫ്റ്റിന് വോട്ട് കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ പാവപ്പെട്ടവരാവാതിരിക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രസ്സും ജോലികളും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ കൊണ്ടുവരാൻ അവർ തടുക്കുന്നത് വേറെ ഒരു കാര്യം കാണില്ല. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്ത അസംബ്ലി ഇലക്ഷനിലും നമ്മൾ കാണാൻ പോകുന്നത് ലെഫ്റ്റിന് ഈ താങ്കൾ കണ്ട ട്രെൻഡ്, സാധാരണ എല്ലാ 5 വർഷവും ഭരണം മാറുമെന്നാണ് കേരളത്തിൻ്റെ റെപ്യൂട്ടേഷൻ. അത് 2011 നമ്മൾ വീണ്ടും 2016 നമ്മൾ വീണ്ടും സംസാരിക്കുക, അത് മാറാൻ പോവുകയാണ്. ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് അവസാനത്തിലേക്ക് വരുമ്പോൾ ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ ഒരു റഫറൻഡ് ആയിരിക്കും സർക്കാരിൻ്റെ എന്ന് പറഞ്ഞ്, കാരണം അങ്ങനെ ഒരു വിധിയെഴുത്ത് വന്ന് നെഗറ്റീവായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ടി വരുമായിരുന്നില്ലേ? അതെ, പക്ഷേ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിഞ്ഞു ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. നോക്കൂ, ബീഹാറിലും നിതീഷ് കുമാർ അങ്ങനെയല്ലേ ആലോചിച്ചു. ഇപ്പോൾ ഇലക്ഷൻ തോറ്റ ശേഷം അദ്ദേഹം രാജിവെച്ചു. കശ്മീരിൽ ഒമാർ അബ്ദുള്ള പറയുന്നു ഞാൻ രാജിവെക്കണമെന്ന് പാർട്ടിയോട് ചോദിച്ചിട്ടുണ്ട്. അത്രത്തോളം ഒരു മുഖ്യമന്ത്രിക്ക്
ഒരു ചേട്ടത്തൊരു അടി കിട്ടിയാൽ ഇതൊരു നിങ്ങൾക്കറിയാമല്ലോ എ കെ ആന്റണി രാജിവെച്ച് പോയില്ലേ 2006 എല്ലാ സീറ്റും പോയി 2004 ക്ഷമിക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് അദ്ദേഹത്തിന് തെറ്റായിരുന്നില്ല, ഇതൊരു നാഷണൽ ഇലക്ഷൻ ആയിരുന്നു. എന്നിട്ടും കൂടി പിന്നെ വി എം സുധീരൻ KPC പ്രസിഡന്റായിട്ട് വന്നത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കാലത്ത്? വി എം സുധീരൻ KPCC പ്രസിഡന്റ് നല്ല ഗുണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പബ്ലിക് ഇമേജ് വെരി പോസിറ്റീവാണ്. പിന്നെ ആ പബ്ലിക് ഇമേജ് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും കോൺഗ്രസിനും UDF-നും സന്തോഷത്തോട് വോട്ട് ചെയ്തിട്ടുണ്ട്. വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ ഒരു കാര്യം പറയട്ടെ, വി എം സുധീരന്റെ പോസിറ്റീവ് ഇമേജാണ്, ഉമ്മൻചാണ്ടിയുടെ പോസിറ്റീവ് ഇമേജാണ് പ്രവർത്തിച്ചതിന് കാരണം, രമേശ് ചെന്നിത്തലയുടെ പോസിറ്റീവ് ഇമേജാണ്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ അകത്ത് പിന്നെ ഒരു ലീഡറിനെ വേറെ ലീഡറിനെ മേലിൽ കൊണ്ടത് മറ്റേവരെ താത്താനൊന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് ജനങ്ങൾ കാണുന്ന ഒരു പാർട്ടി നല്ല നേതാക്കളുള്ളൊരു പാർട്ടിയാണ്. അതിൽ ഒരു വ്യക്തിക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ വേറെ വ്യക്തിക്ക് വേറെ ഉത്തരവാദിത്തമായിരിക്കും. പക്ഷെ അവരെല്ലാവരും അവർ ഉത്തരവാദിത്തം നല്ലപോലെ ഏറ്റെടുക്കുന്നുണ്ട്, നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ റെപ്യൂട്ടേഷനുള്ള കാരണം ഞങ്ങൾക്ക് ആരുടെയും പ്രവർത്തനത്തിൽ ഒരു കുറവുണ്ടായിട്ടില്ല. അതേസമയം CPM-ൽ കഴിഞ്ഞ പ്രാവശ്യം താങ്കൾ മത്സരിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദനും പിണറായി പക്ഷം തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. ഇത്തവണ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോൺഗ്രസിന്റെ കഴിഞ്ഞ തവണ 16 സീറ്റ് കിട്ടി, ഇത്തവണ സീറ്റ് കുറഞ്ഞു. അപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരുമിച്ച് നിന്നത്, പ്രത്യേകിച്ച് CPM-ലെ 2 ഫാക്ഷൻസ്, അത് അവർക്ക് ഗുണം ചെയ്തില്ലേ ശരിക്കും? എനിക്ക് തോന്നുന്നില്ല അതിന്റെ ഗുണം അവർ കിട്ടിയില്ല. എന്തായാലും അവർ ചില ഇൻഡിപെൻഡന്റ് സ്ഥാനാർത്ഥികൾ ഇമേജ് കുറച്ച് പോയി തോന്നുന്നു അല്ലേ? ഇമേജ് പോയെന്ന് മാത്രമല്ല, താങ്കളുടെ ആദ്യത്തെ പോയിന്റിന്റെ കറക്റ്റ് പറഞ്ഞാൽ ഈ ഐഡിയോളജിയുടെ ഫോളോവേഴ്സ് തന്നെ ചുരുങ്ങി വരികയാണ്. ഇപ്പോൾ എല്ലാം ചതിശം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത് ചില CPM വോട്ടേഴ്സും CPM വർക്കേഴ്സും BJP-ക്ക് വോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഐഡിയോളജിയിൽ വിശ്വാസമില്ല. CPM ഐഡിയോളജി വിശ്വസിക്കുന്നവർ ഒരിക്കലും എങ്ങനെ BJP അംഗീകരിക്കുക? അതിനേക്കാൾ കൂടുതൽ വ്യത്യാസം കാണില്ല. അവർ ഇന്നലെയും കൂടി നരേന്ദ്രമോദി പറഞ്ഞില്ലേ CPM-കാർ നമ്മളുടെ വർക്കേഴ്സിനെ കൊന്നതാണ് കേരളത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളവർ ഇത്ര വേഗം മാറുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഐഡിയോളജിയുടെ ഹോൾഡ് വിട്ടുപോയി.